ഹായ്. ഈ പുലിവേട്ടക്കാരൻ ആടിനെ വിളക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പുലിവേട്ടക്കാരൻ എങ്ങനെയാ ആടിനെ വിളക്കുന്ന വെച്ചാൽ ആട് നല്ല നല്ല ആടിനെ നോക്കിയിട്ട് നല്ല സംരക്ഷണം കൊടുത്ത് നല്ല ഫുഡൊക്കെ കൊടുത്തിട്ട് നല്ല മിടുക്കനായിട്ട് ഒരു ആടിനെ വളർത്തും. ആ ആടിനെ അയാൾ വളർക്കുന്നത് എന്തിനാ വെച്ചാൽ ആ ആട് വളർന്ന് ഒരു മുഴുത്ത ആടായി കഴിയുമ്പോൾ ഇതിനെ കൊണ്ട് രാത്രിയിൽ കാട്ടിൽ പോകുന്നു. രാത്രി കാട്ടിക്കൊണ്ട് അവിടെ പുലിയെ അവിടെ കൊണ്ട് ഈ പുലി വരുന്ന മരത്തിന്റെ ചുവട്ടിൽ കൊണ്ട് കിട്ടുന്നു. ഇപ്പൊ ഏത് പുലി എവിടെയാ പുലി വരുന്ന അറിയില്ലോ. അപ്പൊ ഈ ആടിന്റെ മണം കേട്ടിട്ട് പുലി ആടിനെ പിടിക്കാൻ വേണ്ടി വരും. ആടിനെ കെട്ടിയിട്ടേക്കുവാണ്. അതിനുശേഷം ഇയാൾ മരത്തിന് മുകളിൽ കയറി ഇരുന്നിട്ട് ഈ ആടിനെ പിടിക്കാൻ വേണ്ടി വരുമ്പോൾ പുലി അയാൾ വെടിവെക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ പുലിവേട്ടക്കാരൻ വളർക്കുന്ന ആടിന്റെ പ്രത്യേകത അതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഈ പാവ ആട് അറിയുന്നില്ല എന്നെ കൊണ്ടുപോയി പുലിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്, എന്റെ നാശമാണിത്, ഞാൻ ഇതോടെ തീരുവാണെന്നുള്ള ഒരു തിരിച്ചറിവ് ആ ആടിന് വരുന്നില്ല. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇയാളുടെ വീട്ടിൽ വേറെ ആടിനെ ഇയാൾ വളർത്തുന്നുണ്ട്, ഇയാൾ പാല് കുടിക്കാന് ഇയാളുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഇയാൾ വളർത്തുന്ന ആട് വേറെ കൂട്ടിലുണ്ടോ? എന്തുകൊണ്ട് ഇയാൾ അവിടുന്ന് ഒരു ആടിനെ കൊണ്ടുപോകുന്നില്ല? നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ആടെ തന്നെ എന്നും നിങ്ങൾ കൊണ്ടുപോകുന്ന ഈ ആട് അതിനെപ്പറ്റി തിരിച്ചറിവില്ലാത്തതുകൊണ്ടല്ലേ. അത് മാത്രമല്ല, ഈ പോകുമ്പോൾ ഈ ആടിന് വിചാരിക്കുന്ന തന്നെ ഈ യജമാൻ എന്നെ ഭയങ്കര സ്നേഹമാണെന്നല്ലേ. ഈ ആട് വിചാരിക്കുന്ന തന്നെ മറ്റുള്ളവർ എന്നെ പരിചയപ്പെടുന്നുണ്ട്, ആയതുകൊണ്ടോ നല്ല ഒരാട് മറ്റു അയലോക്കാർ വരുമ്പോൾ ഈ ആടിനെ പരിചയപ്പെടുന്നു, ഈ ആടിനെ സ്നേഹം കാണിക്കുന്നു, ഈ ആടിന് രോഗം വരും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്ന് മരുന്ന് കൊടുക്കുന്നു, കൃത്യമായിട്ട് സംരക്ഷിക്കുന്നു. ഇതിന്റെയൊക്കെ ധാരണ, ഈ പാവപ്പെട്ട ആടിന്റെ ധാരണ ഇതൊക്കെ യജമാൻ എന്നോട് സ്നേഹം കൊണ്ടാണെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും, ഈ പറഞ്ഞ ഞാനടക്കം ഓരോരുത്തരും പല പുലിവേട്ടക്കാരന്റെ ആടുകളായിട്ടാണ് ജീവിക്കുന്നത്. നമുക്കൊരു മനസ്സിലാക്കണം, ഇന്നല്ലേ നാളെ നമ്മളെ ഒരു പുലിക്ക് തിന്നാനിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ആൾക്കാർ വളർക്കുന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് വരാത്തത്തോളം കാലം നിങ്ങൾ എന്നും പുലിവേട്ടക്കാരന്റെ ആടായിട്ട് തന്നെ ജീവിക്കും. ഓൾ ദി ബെസ്റ്റ്.